الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവും അല്ലാഹുവിൻ്റെ പ്രവാചകനും മുഅ്മിനുകളുടെ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് മുഅ്മിനൂനിന്റെ തുടക്കം മുതൽ അല്ലാഹു വിജയിച്ച ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ആരൊക്കെയാണ് ഇഹലോകത്തും പരലോകത്തും അല്ലാഹുവിൻ്റെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് എണ്ണിയാണ് പറയുന്നത്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും അവർ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞ് നടക്കുന്നവർ ആയിരിക്കും. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, തങ്ങളുടെ ജീവിതത്തിൽ സകാത്ത് പ്രാവർത്തികമാക്കിയവരായിരിക്കും അവർ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരാണവർ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, തങ്ങളുടെ ഭാര്യമാർ ഒഴികെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നവർ, ഫമനിബ്തഗാ വറാഅ ദാലിക്, അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നവർ, ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ തന്നെയാകുന്നു അതിക്രമകാരികൾ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളും കരാറുകളുമൊക്കെ പാലിക്കുന്നവരാണ്. വിശ്വാസികളായ നമ്മൾ കൃത്യമായി വായിച്ച് പഠിക്കേണ്ടുന്ന ഒരു സൂറത്താണ് സൂറത്ത് മുഅ്മിനൂൻ. അതിന്റെ തുടക്ക ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ 5 ഗുണങ്ങൾ, ഒന്ന് അല്ലാഹു
നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്ന് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു. 2 പാപങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ. 3-ാമത് അള്ളാഹു പറഞ്ഞത് സക്കാത്ത് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്നവരാണ്. 4 ലൈംഗിക രംഗത്ത് സദാചാരം വെച്ചു പുലർത്തുന്നവരാണ്. 5-ാമത് പറഞ്ഞത് അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, താനുണ്ടാക്കിയ കരാറുകൾ പാലിക്കുന്നവരാണ്. വിശ്വാസികളായ നമ്മൾ ഈ ഗുണങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ ആവുക എന്നതിന്റെ അർത്ഥതലം എന്താണ്? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. നാളെ ഒരു മനുഷ്യനെ അല്ലാഹു വിശ്വാസരംഗത്ത് വിജയിച്ച ഒരു മനുഷ്യനെ ആദ്യ വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് നമസ്കാരമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്തുകളിൽ ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നാം നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിൽ നമുക്ക് ഭയഭക്തി ആവശ്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഖുശൂഅ് ഉള്ളവരായിരിക്കും, ഭയഭക്തി ഉള്ളവരായിരിക്കും. എന്താണ് ഖുശൂഅ്? പല അർത്ഥതലങ്ങളും അതിനുണ്ടെങ്കിലും ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞു, അൽ ഖുശൂഉ ഖിയാമുൽ ഖൽബി ബൈന യദൈ റബ്ബി ബിൽ ഖുദൂഇ വദ്ദൽ. ഒരു മനുഷ്യന്റെ ഹൃദയം പൂർണ്ണമായ കീഴ്വണക്കത്തോടെയും താഴ്മയോടെയും റബ്ബിന്റെ മുമ്പാകെ നിലയുറപ്പിക്കലാണ് ഖുശൂഅ് എന്ന് പറയുന്നത്. പൂർണ്ണമായ ഒരു കീഴ്വണക്കം, പൂർണ്ണമായ താഴ്മ. അത് ജീവിതത്തിൽ നേടിയെടുക്കുമ്പോഴാണ് നമസ്കാരം എന്നതിനെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായി അള്ളാഹു പരിഗണിക്കുക. അള്ളാഹുവിന്റെ മഹത്വം, താൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം, ആരൊക്കെ അറിഞ്ഞില്ലെങ്കിലും കേട്ടില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും റഹ്മാനായ റബ്ബ് 24 മണിക്കൂറും എന്നെ നിരീക്ഷിക്കുകയും എന്റെ എല്ലാ ചിന്തകളടക്കം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ഒരു കൃത്യമായ അറിവ്, ഈ ഒരു ബോധത്തെയാണ് ഖുശൂഅ് എന്ന് പറയാം. അല്ലാഹ് കാണുന്നു, അല്ലാഹ് അറിയുന്നു, അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാം രേഖപ്പെടുത്തുന്നവനാണ്. അങ്ങനെയുള്ള റബ്ബിനെ ഭയപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് മുഅ്മിൻ. ചെയ്യുന്നത് കാണുമ്പോൾ തിന്മയാണെങ്കിൽ ഭയമുണ്ടാകും, ചെയ്യുന്നത് നന്മയാണെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ടാകും. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുകയും നന്മകൾക്ക് ഇരട്ടിക്കിരട്ടി പ്രതിഫലം നൽകുവാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉബാദത്ത് ബിനു സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്, അവ്വലു ഇൽമിൻ യുർഫഉ മിനൻ നാസ് അൽ ഖുശൂ'. മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന അറിവ് എന്ന് പറയുന്നത് ഖുശൂ' ആണ്, ഭയഭക്തിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യൂശകു അൻ തദ്ഖുല മസ്ജിദൻ ജമാഅത്തൻ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിആ. നീ ഒരു ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ കയറുകയും അതിൽ ഭയഭക്തിയോടെ നമസ്കരിക്കുന്ന ഒരാളെപ്പോലും നിനക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു കാലം വരും എന്ന്. അത്രമാത്രം നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ അള്ളാഹു പറഞ്ഞ ആ ഖാശിഊൻ എന്ന ആ സവിശേഷമായ വിശേഷണം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ കുറവായിരിക്കും എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, നമസ്കാരത്തിലുള്ള കള്ളത്തരമാണ് ഏറ്റവും വലിയ കളവ് എന്ന് റസൂലുള്ള പറഞ്ഞു. നമസ്കാരത്തില് ചില കള്ളത്തരങ്ങളുണ്ട്.
അതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കള്ളത്തരം, മോശമായ കാര്യം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഖാലു യാ റസൂലല്ലാഹ്, അപ്പൊ സഹാബത്ത് ചോദിച്ചു, വകൈഫ യുസ്രിഖുഹാ, ഈ നിസ്കാരത്തെ എങ്ങനെ ഞങ്ങൾ കക്കുക, എങ്ങനെയാണ് അതിൽ ഞങ്ങൾ കള്ളത്തരം കാണിക്കുക? റസൂലുള്ളാഹി പറഞ്ഞു, ലാ യത്തിമു റുകൂഅഹാ വലാ സുജൂദഹാ, അത് റുകൂഉം സുജൂദുമൊക്കെ പൂർത്തിയാക്കി പൂർണ്ണമായി ചെയ്യാതിരിക്കലാണ്. അത് താളം കാണിച്ച് കടന്നു പോകുന്നതാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അമലായിക്കൊണ്ടാണ് പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ നിസ്കാരം ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസുകളൊക്കെ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുവാൻ പറ്റും, റസൂലുള്ളാഹി പറയാം, ഇന്ന റജ്ജുല ലിയുസല്ലി 60 സനാം, ഒരു മനുഷ്യൻ 60 വർഷമായി നമസ്കരിക്കുന്നു. വമാ തുഖ്ബലു ലഹു സ്വലാത്തൻ, അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നില്ല. അല്ലാഹ്ക്ക് വേണ്ട. എന്താ കാരണം? വലഅല്ലഹു യുത്തിമ്മു റുകൂഅ, അപ്പോ ചില കാര്യങ്ങളിൽ അവൻ റുകൂഅ പൂർണ്ണമായി ചെയ്യും. വലാ യുത്തിമ്മു സുജൂദ്, അവൻ സുജൂദ് പൂർത്തിയാക്കി ചെയ്യൂല. അതതിന്റെ കോലത്തിലും ഭാവത്തിലും പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യൂല. വലിയുത്തിമു സുജൂദ്, ചില ആളുകൾ സുജൂദ് വളരെ കൃത്യമായിരിക്കും, പക്ഷേ വലായുത്തിമു റുകൂഅ, അവന്റെ റുകൂഅ കൃത്യമായി ചെയ്യൂല. അപ്പോ നിസ്കാരത്തില് കുറെ ശ്രദ്ധിക്കും, കുറെ അശ്രദ്ധമായി കടന്നു പോകും. ചിലർ ചടങ്ങിന് വേണ്ടി നിർവഹിക്കും. അപ്പൊ ഖുശൂഅ്, ഭയഭക്തി എന്ന് പറയുന്നത് സമയനിഷ്ഠയും പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ നമസ്കാരമാകലും, അതോടൊപ്പം പ്രവാചകൻ പഠിപ്പിച്ച അതേ രീതിയിലാകലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിർവഹിച്ചതുപോലെ ചിട്ടയായി ക്രമം തെറ്റാതെ ആയിത്തീരുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരം ശരിയായി നിർവഹിക്കുക എന്നത് തന്നെയാണ് ഖുശൂഇന്റെ ഒന്നാമത്തെ ലക്ഷണം. ഇനി സ്വയം ഒന്ന് ചോദിക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പതിറ്റാണ്ടുകളായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ നമസ്കാരം, അത് കൃത്യമായി ആദ്യാവസാനം വരെ ശരിക്കൊന്ന് പഠിച്ച് നിർവഹിക്കുന്നവർ ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ? ഞാൻ പണ്ടേ പഠിച്ചതാണ്, ശരി. പണ്ടേ പഠിച്ചതിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തതുണ്ടോ? പണ്ടേ പഠിച്ചതിൽ, ഞാൻ ശീലിച്ചു വന്നതിൽ എവിടെയെങ്കിലും പ്രവാചകന്റെ തിരുസുന്നത്തിന് യോജിക്കാത്തതുണ്ടോ? എന്റെ നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ 60 വർഷമായി നമസ്കരിക്കുന്നു, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന് ആ പറയപ്പെട്ട ഹതഭാഗ്യനിലാണോ ഞാനുള്ളത്? റസൂലുള്ള ഒരു മോശപ്പെട്ട മനുഷ്യനെ പരിചയപ്പെടുത്തി. അള്ളാന്റെ റസൂൽ ആരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരാൾ മോശമാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തിയുടെ മോശത്തരം അയാൾ ശരിക്ക് നമസ്കരിച്ചില്ല എന്നതാണ്. നമസ്കാരം മാറ്റിയാണ് പ്രവാചകൻ നിർവഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അത് വിശ്വാസവും തുടർന്ന് നിർവഹിക്കുന്ന ഇബാദത്തുകളിലെ ശ്രേഷ്ഠമായ നമസ്കാരം. അതുകൊണ്ട് വിജയിക്കണോ പരാജയപ്പെടണോ? ഒറ്റ ചോദ്യമുള്ളൂ, നീ വിജയിയാകണോ പരാജയപ്പെട്ടവനാകണോ? നിസ്കാരം ശരിയാക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊന്ന് ഖുശൂഅ്, ഭയഭക്തി എന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എനിക്ക് നമസ്കാരം എന്ന് പറയുന്നത് കൺകുളിർമയാണ്, എന്റെ കണ്ണിന്റെ കുളിർമയാണ്. മറ്റൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എനിക്ക് റാഹത്താണ്, സംതൃപ്തിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ 2 ഗുണങ്ങൾ ഒരു വല്ലാതെ മനസ്സിങ്ങനെ തിങ്ങി നിൽക്കുമ്പോ 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റിസൾട്ട് വാങ്ങി അത് മടക്കി വെച്ച് ബാഗിൽ വെച്ച് പള്ളി കണ്ടപ്പോ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ച് റഹ്മാനെ എന്ന് വിളിച്ചപ്പോ ഒരു റാഹത്തും ഒരു കുളിർമയും നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമ,
എനിക്ക് ആശ്വാസം, സംതൃപ്തി ലഭിക്കുന്നത് നമസ്കാരത്തിലാണ്. പ്രവാചകൻ ഇടിയുടെ ശബ്ദം കേട്ടാൽ പ്രവാചകനെ പെട്ടെന്ന് കാണാതെയാകും. അപ്പോ പ്രവാചകൻ നമസ്കരിക്കുന്നുണ്ടാകും എന്ന് സഹാബത്ത് പഠിപ്പിക്കാം. ജീവിതത്തിലെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, യുദ്ധങ്ങളും പ്രതിസന്ധികളും അതുപോലെ ആക്രമണങ്ങളും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാന്റെ റസൂല് സഹാബത്ത് പ്രത്യേകമായി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. വിശ്വാസികളെ, ജീവിതത്തിൽ ഒരു അമൂല്യമായ സമ്പത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പണം തരാത്തതാണ്, ചിലപ്പോ ആരോഗ്യം നമുക്ക് സമ്പാദിച്ചു നൽകാത്തതാണ്, സൗകര്യങ്ങൾ നൽകാത്തതാണ് നമസ്കാരം നമുക്ക് നൽകുക. അള്ളാന്റെ റസൂല് പറഞ്ഞു, യാ ബിലാൽ, ബിലാലെ അരിഹ്നാ ബിസ്സലാ, എനിക്ക് നമസ്കാരം, എനിക്ക് റാഹത്താണ് എനിക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹ് പറഞ്ഞില്ലേ, വിജയിച്ചവരുടെ ഒന്നാമത്തെ ലക്ഷണം അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവർ ആയിരിക്കും. ആ പറഞ്ഞ ഗുണവിശേഷങ്ങൾ നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ഗുണത്തിലേക്ക്, ഈ ഒരു പവിത്രമായ പരിശുദ്ധമായ പ്രതീക്ഷയുടെ, ആഹ്ലാദത്തിന്റെ, മനസ്സിന്റെ സുസ്ഥിരമായ ചിന്തയുടെ ഒക്കെ ലക്ഷണമായ ഇബാദത്തായ നമസ്കാരം, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രണ്ടാമത് പറഞ്ഞ ഗുണം നമുക്കുണ്ടായിരിക്കണം. അത് ലഗ്വിൽ നിന്ന്, വിനോദങ്ങളിൽ നിന്ന്, തനിക്ക് ഉപകാരമില്ലാത്ത അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുക എന്നതാണ്. തനിക്ക് കാര്യമില്ലാത്തതും തനിക്ക് യാതൊരു പ്രയോജനവും നൽകാത്ത ഏതൊക്കെ സംഗതികളുണ്ടോ, അത് വാക്കോ പ്രവൃത്തിയോ കാഴ്ചയോ തമാശ എന്തുമാവട്ടെ, അതിൽ നിന്ന് അവൻ മാറി നിൽക്കുക എന്നതാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നിൽക്കണം. അള്ളാന്റെ റസൂല് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അമിതമായി ചിരിക്കുന്നവന് ഹൃദയം കാഠിന്യമുള്ളതാകുമെന്ന്. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള മൊബൈൽ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സ് ഖുശൂഇൽ നിന്ന്, ഭയഭക്തിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിൽ കാണുന്ന റീൽസുകളും തമാശകളും പ്രാങ്ക് വീഡിയോകളും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയണം. എന്തേ ഗുണമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും ഒരു അറിവ് പങ്കുവെക്കാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതിയുണ്ടോ? നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നുണ്ടോ? പരിഹാസവും പുച്ഛവും ആർത്തു ചിരിക്കലും ആളുകൾക്ക് മുമ്പിൽ കോമാളിയാകലുമല്ലാതെ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിച്ചത്? നാം ജീവിതത്തെ ഗൗരവത്തിൽ കണ്ടിട്ടില്ല. നാം ജീവിതത്തെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടില്ല. റഹ്മാനായ റബ്ബ് ഇക്കാലത്തെ ഉദ്ദേശിച്ചിറക്കിയ പോലുള്ള ആയത്താണിത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ഉപകാരപ്രദമല്ലാത്ത എല്ലാ കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ നിന്ന് സമ്പൂർണമായി ഉപേക്ഷിച്ചവരാണ് അവർ എന്നുള്ളത്. ഏറ്റവും ആദ്യത്തെ വചനം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവർ വിജയിച്ചവരായി തീർന്നിരിക്കുന്നു എന്നാൽ. ഈ ആയത്തിനെ ധാരാളം ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് വൽ മആസി എന്ന വാക്കാണ്. മആസി എന്ന് പറഞ്ഞ ചെറുതും വലുതുമായി എല്ലാ തെറ്റുകുറ്റങ്ങളും അതിൽ ഉൾപ്പെടും. എന്തെങ്കിലും നിലക്കുള്ള ഒരു തിന്മ, ഒരു വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, അത് ബാധിക്കുക മനസ്സിനെയാണ്. മനസ്സിനെ ബാധിച്ചാൽ അത് ഇബാദത്തിനെ ബാധിക്കും. നിർവികാരമായ ഇബാദത്തുകളാണ് നമ്മിലൂടെ കടന്നു പോവുക. വിശ്വാസികളെ, ഇന്ന് സുബഹി നമസ്കരിച്ചപ്പോ ഇമാമോദിയ ഖുർആൻ ആയത്തുകൾ മനസ്സിലൊന്ന് തട്ടി കണ്ണൊന്ന് നിറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ മനസ്സിൽ ഈമാൻ അവശേഷിക്കുന്നുണ്ട്. അതിനെ വിളിച്ചുണർത്തേണ്ടതുണ്ട്. അല്ല, ഒരു മരവിപ്പോട് കൂടി റുക്കൂഉം സുജൂദുമൊക്കെ കഴിഞ്ഞു പോയതുപോലും അറിയാതെ സലാം വീട്ടി വെറുതെ സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആളുകളായി നമ്മൾ മാറുന്നുണ്ടോ? നമസ്കരിക്കുന്നവരെ കുറിച്ചാണ് എന്റെ ചോദ്യം. നമസ്കരിക്കാത്തവരുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ്. മുഫസ്സിറുകൾ വിശദീകരിച്ചു, വമാല ഫായിദ ഫീഹി മിനൽ അഖ്വാലി വൽ അഫ്ആലി. ഈ ആയത്തിനെ വിശദീകരിക്കാൻ ഒരു ഫായിദയും ഒരു ഗുണവുമില്ലാത്ത വർത്തമാനവും പ്രവൃത്തിയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടദാസന്മാർ, ഇബാദുർ റഹ്മാൻ,
അത് വിശേഷിപ്പിച്ച കൂട്ടത്തിൽ സൂറത്ത് ഫുർഖാനിലെ 70 മുതലുള്ള വചനങ്ങളിൽ ഇബാദുർ റഹ്മാനെ വിശദീകരിച്ചെടുത്ത് വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ എന്നുള്ള പറഞ്ഞത്. ലഗ്വിലൂടെ ഒരു ഉപകാരമില്ലാത്ത തമാശ വർത്തമാനങ്ങൾ, കളിച്ചിരികൾ, വെറും വർത്തമാനങ്ങൾ, ഒഴിഞ്ഞിരിക്കൽ, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, അതിലൂടെ അങ്ങനെ പോണ ആളുകൾ അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കും, ഒഴിവായി പോകും. ഏറ്റവും മാന്യമായ സഞ്ചാരികളായി അവർ മാറും. അവിടെ നിന്നൊക്കെ വിട്ടുപോയി ഇബാദത്തിലും നല്ല വർത്തമാനങ്ങളിലും ആയിരിക്കും. വിശ്വാസികളെ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബത്തിന് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അദ്വാ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥന! പടച്ച തമ്പുരാനെ, മോശപ്പെട്ട തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ കാക്കണം കേട്ടോ. കാരണം എന്താ അറിയോ, അള്ളാന്റെ കാവലില്ലെങ്കിൽ ഇതിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകും. എന്താ പര്യവസാനം? മരണം വരെ ഇബാദത്തുണ്ടാകും, പക്ഷേ അള്ളാന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വയം ഒരു പരിശോധന, ആത്മവിമർശനം ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവണം. ഒരു വിശ്വാസി ഒരിക്കലും തിന്മകളിൽ പ്രവേശിക്കരുത്. അവനെല്ലാം നഷ്ടപ്പെട്ടു പോകും. അവൻ പശ്ചാത്തപിച്ച് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നന്മകളെ. നന്മയും തിന്മയും റസൂലുള്ള വ്യവച്ഛേദിച്ച ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹിനോട് ചോദിച്ചു, അനിൽ ബിർരി വൽ ഇസ്മി, എന്താണ് പുണ്യം, എന്താണ് പാപം? റസൂലുള്ള എത്ര സിമ്പിളായി ലളിതമായിട്ട് വിശദീകരിച്ചു. അൽ ബിർറ്, പുണ്യം, അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗം കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഹുസ്നുൽ ഖുൽഖ്, അത് സൽ സ്വഭാവങ്ങളാണ്. ഒരാൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. അയാൾ അതുകൊണ്ട് നിന്നെ കാര്യത്തിൽ സന്തോഷിക്കും, നീയും സന്തോഷിക്കും. വൽ ഇസ്മ, പാപം എന്ന് പറഞ്ഞാൽ മഹാക ഫീ സദ്രിക്, അത് ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ ഒരു കുത്ത് നിന്റെ മനസ്സിനുണ്ടാവും. വേണ്ടിയെന്നില്ല, ചെയ്യേണ്ടിയെന്നില്ല, പറയേണ്ടിയെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രല്ല വകരിഹ്ത അൻ യത്ലി അലൈനാസ്, നീ ചെയ്തതും നീ പറഞ്ഞതുമായ ആ കാര്യങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ ആളുകളിലേക്ക് എത്തരുത് എന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമികമായ നന്മകളിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യുഗ്നി, തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ, തനിക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുക എന്നത്. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, താൻ ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും ഉണ്ടാവണമെന്നും അവനും ഇഷ്ടപ്പെടുന്നതായിരിക്കണം എന്നും ആകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാകൂല എന്നാ. നമ്മൾ ഒരാളെ പരിഹസിച്ചാൽ സഹോദരൻ ഇഷ്ടപ്പെടുമോ? കുത്തുവാക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല, ഒന്നും ഇഷ്ടപ്പെടൂല. അവൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമസ്കാരത്താഴ്മ്പോ വലുതായതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വിശ്വാസികളെ, എല്ലാ നിലക്കുമുള്ള സ്വഭാവത്തിന്റെ പരിശുദ്ധിയാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പഠിപ്പിക്കും. മറ്റൊന്ന് കേൾക്കണം കേട്ടോ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം, അള്ളാഹ്ക്ക് ദേഷ്യം വരുന്ന കാര്യം, ലാ അഹദ ഗൈറു മിനല്ലാഹി ഫലിദാലിക ഹറമൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബതൻ. മനുഷ്യൻ ധാർമ്മിക വിഷയങ്ങൾ തെറ്റുമ്പോഴാണ് അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാവുക, രോഷമുണ്ടാവുക. അള്ളാഹ്ക്ക് അത്ര ദേഷ്യം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യം നമ്മളോട് ഉണ്ടാകും എന്ന് നമ്മൾ അറിയണം. ഖിയാമത്ത് നാളിന്റെ വരവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, തോന്നിവാസങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. മഹാമാരികളും പരീക്ഷണങ്ങളും ദുനിയാവിലുണ്ടാകുന്നത് ഇത്തരം തെറ്റുകൾ വർദ്ധിക്കുമ്പോഴാണ്. ഇദാ ലഹറ സിന വരിബ, പലിശയും വ്യഭിചാരവും ഫി ഖറിയ, ഒരു ഗ്രാമത്തിൽ അങ്ങ് വർദ്ധിച്ചാൽ അഹല്ലൂ ബി അൻഫുസിഹിം അദാബല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിൽ ഇറങ്ങാൻ കാരണമാകുമെന്നാണ്. പലിശയും വ്യഭിചാരവും വർദ്ധിച്ചാൽ. വിശ്വാസികളെ, ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ ഗുണങ്ങൾ നിലനിർത്തുമ്പോൾ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും, നമ്മുടെ നാട്ടിൽ വ്യഭിചാരവും പലിശയും ലോട്ടറിയും തോന്നിവാസങ്ങളും ഒക്കെ വർദ്ധിച്ചു. അള്ളാഹിന്റെ ദീനിന് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ടായി. അള്ളാഹു ശിക്ഷിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ പ്രതിഫലം എന്നറിയോ? അള്ളാഹ് പറഞ്ഞു, ആ ജന്നാത്തുൽ ഫിർദൗസ് ഉലൈക ഹുമുൽ വാരിസൂൻ, അതവർക്ക് അനന്തരം കൊടുക്കുന്ന, അവർ ക്ഷമിച്ച് സഹിച്ച് ഇബാദത്തുകൾ ശ്രദ്ധിച്ച് സകാത്ത് കൊടുത്ത് മുനാഫിക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒഴിവാക്കി
വ്യഭിചാരത്തിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് തഖ്വയോടുകൂടി ഇബാദത്തെടുത്ത് ജീവിച്ചാൽ അവർക്ക് നിർബന്ധമായി അനന്തരം കൊടുക്കും, ചോദിച്ചു വാങ്ങാൻ പറ്റും സ്വർഗം. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർക്കാണ് അല്ലാഹു ഫിർദൗസ് അനന്തരം കൊടുക്കുക. ഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഈ നൈമിഷിക ലോകം വിട്ട് ഞാനും നിങ്ങളും തിരിച്ചു പോകുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ എന്തുണ്ടെന്റെ കയ്യിൽ എന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കണം. കാരണം ദുനിയാവ് പലതും നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഞാനില്ലെന്ന് പറയാൻ കഴിയുന്നവനാണ് മുഅ്മിൻ. അതാണ് സ്വന്തത്തോടുള്ള ഏറ്റവും വലിയ ജിഹാദ്, ധർമ്മസമരം. വിജയിക്കാൻ പ്രിയ സുഹൃത്തുക്കളെ, യുവാക്കളെ, നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുവാനുള്ള ഗവൺമെന്റിന്റെ അറിയിപ്പ് വന്നത് എന്റെ സഹോദരങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 9. ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുകയും ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഒരു സമയവും സന്ദർഭവുമാണ് ഇത്. നമ്മൾ ഹജ്ജിനായി മാനസികമായി ഒരുങ്ങുക എന്നതാണ് പ്രധാനം. കഴിവും സമ്പത്തുമൊക്കെ ഉണ്ടായിട്ട് ഹജ്ജിനെ കുറിച്ച് ആലോചിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ഒരു 10 ആളെ നിങ്ങളൊന്ന് പോയി സന്ദർശിക്കണം. എന്നിട്ട് അവർ പറയുന്നൊരു വാചകം നിങ്ങൾ കേൾക്കണം. അവർ പറയട്ടോ, പൈസ അല്ല ആവശ്യം, ആരോഗ്യമാണ് ആവശ്യം. മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തുന്നൊരു പ്രായം അവിടെ ആവശ്യമാണ് എന്ന് പറയും. ഇത് രണ്ടും ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിലേ എന്താ നഷ്ടം? അള്ളാഹ് നമ്മളെ സംരക്ഷിക്കൂല. തന്നെ ഇബാദത്തുകൾ പൂർത്തിയാക്കുക എന്നത് ഒരു അടിമക്കുള്ളൊരു പരീക്ഷണാണ്. അത് മരിക്കൂലെന്ന് എന്താ ഉറപ്പ്? അടുത്ത വർഷം ഹജ്ജിന് എനിക്ക് പോകാൻ പറ്റുമെന്ന് എന്താ സഹോദരങ്ങൾ എത്ര ഉറപ്പ്? അല്ലേ? കാശുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല പ്രായം, നമ്മൾ പോണം. അപ്പോഴേ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു അടിമയാകും. ഇത് ചെറിയൊരു രക്ഷപ്പെടലാണ്. കുറെ കഴിഞ്ഞിട്ട് ഹജ്ജിന് പോയാലേ തെറ്റൊക്കെ അള്ളാഹ് പുറത്തിരുന്ന. അല്ല സഹോദരങ്ങളെ, കഴിവുള്ളവന്റെ പോവങ്ങൾ പൊറുക്കലും വരുംകാല ജീവിതമൊക്കെ അള്ളാഹ് നോക്കുക അവന്റെ ഈ താക്കത്തിനനുസരിച്ച്. അതുകൊണ്ട് കുടുംബസമേതം ആരോഗ്യമുള്ള സമയത്ത് അതിന് പോണം. ഞാൻ 2 ഹദീസ് എന്റെ സഹോദരങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒരു വിശ്വാസിയുടെ മനസ്സ് കൊതിച്ചു പോകും. റസൂലുള്ളാഹി പറയാ, ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാം. ആ യുദ്ധം ചെയ്യുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, ജീവൻ കൊടുക്കുന്ന, അള്ളാന്റെ മാർഗത്തിൽ റൂഹ കൊടുക്കുന്ന ആ ജിഹാദ്, അത് അള്ളാഹ്ക്ക് ദീനിനാകുമ്പോ സ്വർഗം ലഭിക്കുന്ന കർമ്മമാണ്. അയ്യുൽ അമലി അഫ്ളൽ, അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുക, റസൂലെ ഞങ്ങൾക്ക് ചെയ്യാനാണ് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ആരാധന ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ് വറസൂലി, അള്ളാഹുവിലും അവന്റെ റസൂലും ദൃഢമായി വിശ്വസിക്കലാണ്. അതന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല്. പിന്നീട് വീണ്ടും ചോദിച്ചു, സുമ്മ മാതാ റസൂലെ, പിന്നെന്താണ്? റസൂല് പറഞ്ഞു, അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ ഖുർആനിനു വേണ്ടി, ദീനിനു വേണ്ടി ജിഹാദ് നടത്തലാണ്. റസൂലുള്ളാഹിനോട് വീണ്ടും ചോദിച്ചു, സുമ്മ മാതാ? ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, ഹജ്ജുൻ മബ്റൂർ, അള്ളാഹ് സ്വീകരിക്കപ്പെടുന്ന പുണ്യപൂർണമായ ഒരു ഹജ്ജ് നിർവഹിക്കലാണ് അത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ, അള്ളാന്റെ തൃപ്തി കിട്ടുന്ന ഈ അമലിന് നമ്മൾ ഒരുങ്ങിയോ എന്നതാണ് ചോദ്യം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചക സവിധത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ജിഹാദ് ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നഖ്റുജു ഫനുജാഹിദു മഅക്, ഞങ്ങൾ നിങ്ങളെ കൂടെ വന്ന് യുദ്ധത്തിൽ ഏർപ്പെടട്ടെ. കാരണം ഫഇന്നീ ലാ അറാ അമലൻ ഫിൽ ഖുർആനി അഫ്ളലു മിനൽ ജിഹാദ്, ഖുർആനിലെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ആരാധന ഞാൻ കണ്ടിട്ടില്ല.
ഉടനെ റസൂലുള്ള പറഞ്ഞു, സഹോദരിമാരെ, ലാ വലാകിന്ന അഹ്സനുൽ ജിഹാദി വ അജ്മലഹു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജുൽ ബൈത്തി ഹജ്ജുൻ മബ്റൂർ, പുണ്യപൂർണമായ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ എല്ലായിടത്തും എത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഉൾക്കൊണ്ട് മുഴുവൻ കർമ്മങ്ങളും ചെയ്ത് ആരോഗ്യത്തോടു കൂടി നിർവഹിച്ച് അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് പറയാൻ പറ്റുന്ന സമയത്ത് നിർവഹിക്കുക. അതിന് താക്കത്തുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക എന്നതാണ്. വിശ്വാസികളെ, ജീവിതത്തിൽ രണ്ടറ്റങ്ങൾ മുട്ടിക്കിടക്കുമ്പോ ഒന്ന് ജനനമാണ്, ഒന്ന് മരണമാണ്. ഒരു യാത്രയില്ലേ നമുക്ക്, ആ യാത്രയിലെ സമ്പാദ്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. ആ യാത്രയിലെ സ്വർഗം നേടുന്ന അമലാണ് നമസ്കാരവും ഹജ്ജുമൊക്കെ. അതൊക്കെ പഠിച്ച് 14 നൂറ്റാണ്ട് മുമ്പുള്ള എന്റെ പ്രവാചകൻ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഞാൻ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു മാധുര്യം നമുക്കുണ്ടാകും, കുളിർമയുണ്ടാകും, സന്തോഷമുണ്ടാകും, പ്രതിസന്ധികളിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാകും. അതുകൊണ്ട് ചിന്തിക്കണേ, ഇബാദത്താണ് നമ്മുടെ സമ്പാദ്യം. ഹജ്ജും ഉംറയും നമസ്കാരവും സത്യസന്ധതയും സക്കാത്തും ഒക്കെ ചേർന്ന് ജീവിക്കുമ്പോ നമുക്ക് നൽകുന്ന പേരാണ് മുഅ്മിൻ, നമുക്ക് നൽകുന്ന പേരാണ് മുത്തഖി. മുത്തഖികൾക്കും മുഅ്മിനുകൾക്കും അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്, അനന്തര സ്വത്താണ് ജന്നാത്തുൽ ഫിർദൗസ്. അതിലെത്തിച്ചേരാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ ആർത്തുല്ലസിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആരാധനകൾ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്തി ജീവിതാവസാനം വരെ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന മഗ്ഫിറത്തും ജന്നത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അത് മുഖേന അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സകലവിധ പ്രതിസന്ധികളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.